നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് ഒരു ഫീച്ചർ വളരെ നേരത്തെ വന്ന ഫീച്ചറാണെങ്കിലും ഇപ്പോഴും പല ആളുകളും അത് കണ്ടിട്ടുമില്ല, അതിട്ട് ഉപയോഗിക്കാൻ അറിയുകയില്ല. ഏതാണ് ഫീച്ചർ നോക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ കാണുന്ന ഭാഗത്ത് നമുക്ക് വലത് ഭാഗത്തൊരു കോൾ ഐക്കൺ കാണും. ഏറ്റവും അവസാനത്തിലുള്ള ഈ കോൾ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ നിങ്ങൾക്ക് ഒരു പ്ലസ് ബട്ടൺ കാണും. ഈ ഗ്രീൻ ബട്ടൺ, ഈ പ്ലസ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് മുകളിലൊരു ഓപ്ഷൻ കാണാം, ന്യൂ കോൾ ലിങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ. ഈ ഒരു ഫീച്ചർ വാട്സപ്പ് കൊണ്ടുവന്നിട്ട് കുറേ ആയി, പക്ഷേ അധികം ആൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്നൊക്കെ ഇത് പല ആളുകൾക്കും അറിയില്ല. അപ്പം നമ്മൾ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ന്യൂ കോൾ ലിങ്ക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് മുകളിലൊരു ലിങ്ക് കാണുന്നുണ്ട്. സാധാരണ വാട്സപ്പ് ഗ്രൂപ്പിനെ പോലെ ഒരു ലിങ്ക് കാണാൻ സാധിക്കും. ആ ലിങ്ക് ഒന്ന് ലോങ് പ്രസ് കൊടുത്ത് ഞാൻ ഇത് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ സാധിക്കും. ഇനി ഇത് വേണമെങ്കിൽ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ വാട്സപ്പിൽ ആർക്കെങ്കിലും അയച്ചു കൊടുക്കാൻ സാധിക്കും. താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ലിങ്ക് വാട്സപ്പിലൂടെ സെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. തൊട്ടടുത്തായിട്ട് കോപ്പി ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ലിങ്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഷെയർ ലിങ്ക് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജിമെയിലോ മറ്റേത് ആപ്പിൽ വേണമെങ്കിലും അയച്ചു കൊടുക്കാനും സാധിക്കും. ഇവിടെ മധ്യഭാഗത്ത് നോക്കുക, കോൾ ടൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് വീഡിയോ കോളും വോയിസ് കോളിനുള്ള സൗകര്യമുണ്ട്. വോയിസ് കോൾ വേണമെങ്കിൽ വോയിസ് കോളിലേക്ക് മാറ്റി പുതിയൊരു ലിങ്ക് കിട്ടും. ഇനി അവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് വീഡിയോ കോളിലേക്ക് മാറ്റി മറ്റൊരു ലിങ്ക് കിട്ടും. ഇത് രണ്ട് ലിങ്കാണ്, രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ലിങ്കായിരിക്കും. ഇതെന്താണ് ഇതിനുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഗ്രൂപ്പ് കോളൊക്കെ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ ക്ലബ് ഹൗസൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആപ്പുകളുണ്ട് നമുക്ക് ഗ്രൂപ്പ് മീറ്റിംഗ് നടത്താൻ. സാധാരണ നമുക്ക് 5, 10, 20 പേരൊക്കെ ആയിട്ട് നമുക്ക് ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു മീറ്റിംഗ് നടക്കുകയാണ്, ഓൺലൈൻ മീറ്റിംഗ് ആണെങ്കിൽ നമ്മൾ സാധാരണ ഗൂഗിൾ മീറ്റിൻ്റെ സഹായം തേടാറുണ്ട്. എന്നാൽ ആ ഒരു സൗകര്യമാണ് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ഫീച്ചറിനകത്ത് നമുക്കിവിടെ കോൾ ടൈപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ വീഡിയോ കോളിലേക്ക് വോയിസ് കോളിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. വീഡിയോ കോൾ മീറ്റിംഗ് ആണെങ്കിൽ വീഡിയോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. വോയിസ് കോൾ ആണെങ്കിൽ നിങ്ങൾക്ക് വോയിസ് കോളിലേക്ക് മാറ്റാം. ഏകദേശം 32 പേരെങ്കിലും നമുക്ക് ഇതുപോലെ ഒരൊറ്റ വീഡിയോ കോൺഫറൻസിലൂടെ ചാറ്റ് ചെയ്യാനും മീറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്, നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് താഴെ കാണുന്ന ഭാഗത്ത് ലിങ്ക് കോപ്പി ചെയ്യുക അല്ലെങ്കിൽ സെൻഡ് ലിങ്ക് വഴി വാട്സപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വാട്സപ്പിൽ ആർക്കെങ്കിലും നിങ്ങൾക്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ടൊരു സമയം വെച്ച് കൊടുക്കുക. ആ സമയത്ത് ആ ലിങ്കിൽ കയറിയാൽ എല്ലാവർക്കും വീഡിയോ കോളിലൂടെ ചാറ്റ് ചെയ്യാനും വോയിസ് കോൾ ആണെങ്കിൽ വോയിസ് ചാറ്റിംഗ് നടത്താനൊക്കെ സാധിക്കും. ഓൺലൈൻ ക്ലാസ്സൊക്കെ നടത്തുന്നതിന് വേണ്ടിയൊക്കെ വാട്സപ്പിൽ ഈ സൗകര്യം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.